ഇനി നമുക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക് പോകാം. പലരും നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് പലയിടത്തും അതിശക്തമായ മഴയാണ് എന്നൊക്കെ. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലും അറബിക്കടലിന്റെ മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത്. മേഘന മുരളി വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഗുഡ് മോർണിംഗ്. മേഘന, അപ്പോൾ കാലവർഷം ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഈ വേനൽ മഴയുടെ ബാക്കി തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അലർട്ടുകളിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഗുഡ് മോർണിംഗ് പ്രവിത, അമൃത. കാലവർഷ പ്രഖ്യാപനം ഇതുവരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പായി വരുന്നത്. അതിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ദിവസമാകുമ്പോഴേക്കും നമുക്ക് കാലവർഷ മഴ ലഭിച്ചിരുന്നു. പക്ഷേ ഇത്തവണ കാലവർഷം വൈകി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കാലവർഷ മഴയും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ദുർബലമായിരിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇപ്പോൾ പെയ്യുന്നത് വേനൽമഴ തന്നെയാണ്. 6 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലുമുള്ള ചക്രവാത ചുഴിയാണ് മഴയുടെ ശക്തി പ്രാപിക്കാനുള്ള കാരണമെന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. കർണാടക, കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഉയർന്ന തിരമാല ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം കൂടി തീരദേശത്ത് താമസിക്കുന്നവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശമായി നൽകുന്നുണ്ട്. എന്തായാലും വേനൽമഴ പെയ്യുന്നു. കാലവർഷത്തിനായി ഇനിയും നമ്മൾ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.